ഹലോ ഗെയ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിപ്പോൾ ആലത്തൂരാണിട്ടുള്ളത്. എൻ്റെ ബ്രദർ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്. ഞങ്ങളോട് ആരോടും പറഞ്ഞിട്ടൊന്നുമില്ലായിരുന്നു കേട്ടോ, സർപ്രൈസ് ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവന് ഒരു പുലർച്ചെ 12 മണിയൊക്കെ ആയപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളാരും വരാത്തതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരെയും വൈകുന്നേരം ആയപ്പോൾ വിളിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കട്ടോ. അങ്ങനെ ഏകദേശം ഒരു 5 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ അവർ നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ രണ്ടാമത്തെ താത്താനെ എടുത്തിട്ടാണ് അവർ നമ്മളെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വേഗം അപ്പോൾ ഇനി മൂത്ത താത്താനെ എടുക്കാൻ വേണ്ടി പോകാനൊക്കെ ഉണ്ട്. അപ്പോൾ വേഗം തന്നെ ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ വേഗം തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും അടിക്കൂലടാ. അങ്ങനെ ഇനി ഞങ്ങൾ പോണത് ഞങ്ങളെ മൂത്ത താത്താൻ്റെ വീട്ടിലാണ് കേട്ടോ. അവളുടെ വീട് തുവക്കാടാണ്. ഇപ്പോൾ എൻ്റെ വീടുള്ളത് പടിഞ്ഞാറേക്കരയാണ്. ഇനി തുവക്കാടേക്കാണ് പോകാനുള്ളത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോവാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ താത്താൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരാൾ തെറ്റിയിരിക്കുകയാണ് കേട്ടോ. താത്താൻ്റെ മോനാണ്. അപ്പോൾ മാമനെ എയർപോർട്ടിലേക്ക് വിളിക്കാൻ പോകണമെന്നൊക്കെ മറ്റാൾ വിചാരിച്ചിരുന്നു. അപ്പോൾ അതിനൊന്നും പറ്റിയില്ലല്ലോ. അപ്പോൾ അവനക്ക് നല്ല പരാതി ഉണ്ട് കേട്ടോ. അതിന് അവൻ തെറ്റിയിരിക്കുകയാണ്. ആങ്ങൾക്ക് ഇതൊന്നുമില്ല, പഴംപൊരി ഉണ്ടല്ലോ അങ്ങോട്ട്. അത് ശരി, മാറ്റിയില്ലേ, മാറ്റാൻ പണിയില്ല. അങ്ങനെ ഇതാ ഞങ്ങളെല്ലാവരും പഴംപൊരി മോർലിക്സും ഒക്കെ കുടിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ റിനു ഒരു ആമനെ വളർത്തുന്നുണ്ട് കേട്ടോ. ഒരു ചെറിയൊരു ആമ. അപ്പോൾ അവനെ അതിനെ കാണിച്ചു തന്നതാണ് കേട്ടോ. ഒരു മീനും ഉണ്ട് കേട്ടോ ഇതിൽ. ഇത് ഒരൊറ്റ മരാട്ടാ, പക്ഷെ 2 വെറൈറ്റീസ് ഉണ്ട്. 2 എണ്ണമല്ല, കുറേ ഐറ്റം ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ ഇതിൽ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് ഉമ്മാൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ ഉമ്മാൻ്റെ വീട് പുല്ലൂർ കാഞ്ഞിരക്കോൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. അപ്പോൾ അവിടെ വെല്ലിപ്പുണ്ട്. അപ്പോൾ അങ്ങനെ വെല്ലിപ്പാനെ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടാ. അങ്ങനെ അവിടെ എത്തിയപ്പോൾ ഏകദേശം മഗ്‌രിബാങ്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഓരോരുത്തരായിട്ട് നിസ്കരിക്കാനൊക്കെ നിന്നിട്ടാ. അങ്ങനെ നമ്മൾ റിനും മാമനും കൂടി എന്തൊക്കെ സംസാരിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ റിനുവിൻ്റെ തെറ്റൊക്കെ മാറിയിരിക്കണമെന്നാണ് തോന്നുന്നത്. അങ്ങനെ ഞങ്ങൾ വന്നപ്പോൾ അവിടെ ജ്യൂസൊക്കെ അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇളനീർ ജ്യൂസാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇളനീർ ജ്യൂസ് കുടിച്ചു കേട്ടോ. അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ചു കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് സംസാരിക്കാൻ കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് സംസാരിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ പോയത് ഉമ്മാൻ്റെ തറവാട്ടിങ്ങ് കണ്ടിട്ട് ഉമ്മാൻ്റെ എളാപ്പാൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ്. ഞാൻ എൻ്റെ ഒരു വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും പോയിട്ട് ആ വീഡിയോ ഒന്ന് കാണണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ പോയപ്പോൾ അവിടെ ഉമ്മാൻ്റെ എളിമാൻ്റെ മരുമക്കളും ഒന്നും ഉണ്ടായിരുന്നില്ല. അവരൊക്കെ പുറത്ത് പോയി എന്നാണ് പറഞ്ഞത്. ഉമ്മാൻ്റെ എളാപ്പ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എളാപ്പാനെ കണ്ടിട്ട് ഞങ്ങൾ വേഗം തന്നെ തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ.
അങ്ങനെ പിന്നെ നമ്മൾ പോണത് കുഞ്ഞാത്താൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. അതായത് എൻ്റെ ഉപ്പാൻ്റെ സിസ്റ്റർ വീട്ടിലേക്കാണ് കേട്ടോ നമ്മൾ പോണത്. അങ്ങനെ ഞങ്ങൾ കുഞ്ഞാത്താൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ എത്തിയ സമയത്ത് ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുഞ്ഞാത്തയും കുഞ്ഞാത്താൻ്റെ മരുമകളും കൂടി ഞങ്ങൾക്ക് ചായയും കടിയൊക്കെ റെഡിയാക്കി തരികയാണ് കേട്ടോ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സമൂസയും ബോണ്ടയും ഒക്കെ അവർ കൊണ്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇവരെല്ലാവരും ഇവിടെ ഇരുന്ന് നല്ല കഥ പറച്ചിലാണ് കേട്ടോ. അങ്ങനെ അതിൻ്റെ ഇടയിൽ നമ്മുടെ കുഞ്ഞാത്താൻ്റെ മോള് വീഡിയോ കോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവളുടെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അവൾ അങ്ങോട്ട് ചെല്ലാൻ വേണ്ടിയിട്ടൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ബാസിലിനും സിനുവിനൊക്കെ ഓരോ തിരക്കുകളുള്ള കാരണം പിന്നെ ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കുകയാണ്. ചായക്ക് പഴം ഉണ്ടായിരുന്നു, ചിപ്സ്, സമൂസ, ബോണ്ട അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം സമൂസ കഴിച്ചു, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ബോണ്ടയും കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞങ്ങൾ നേരെ വീട്ടിൽ പോവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും ബൈ.